ഹായ് മക്കളെ, ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. പറയുന്ന കാര്യങ്ങൾക്കിടയിൽ വലിയ വലിയ കാര്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ടാവും. അതിനാൽ തന്നെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ശ്രദ്ധയോടെ കാണുക, അതേപോലെ തന്നെ കേൾക്കുക. തമ്മിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന സയൻസ് പരീക്ഷകളിൽ നമ്മൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ എക്സാമുകളിലെ ചില ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടും അതേപോലെ തന്നെ വിദഗ്ധോപദേശം തേടിയിട്ടുമാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. അതിലാദ്യമായിട്ട് മക്കളോട് പറയാനുള്ളത്, A+കൾ വാരിക്കൊടുക്കുക എന്നുള്ള സമ്പ്രദായത്തിനെ ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലാണ് ക്വസ്റ്റ്യൻസുകൾ വന്നിരിക്കുന്നത്. അത് നമ്മൾ കണ്ടതുമാണ് എന്ന് വിചാരിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനെ മറികടക്കാൻ എന്തൊക്കെ ഉപായങ്ങളുണ്ട് എന്ന് കൂടി ഞാൻ പറയും. അതായത് നമുക്കറിയാം, എല്ലാ സബ്ജക്റ്റിലെയും എല്ലാ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊക്കെ മക്കൾക്കറിയാം. അത് കൃത്യമായ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താണ്, ഒരുപാട് തവണ എക്സാം ഒക്കെ എഴുതിയിരിക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ടോപ്പിക്കുകളോടും നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചു വെക്കണം. ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ആ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്നായിരിക്കും ചിലപ്പോൾ വലിയ മാർക്കിന് നിങ്ങളോട് ചോദ്യം ചോദിക്കുക. അതിനാൽ തന്നെ സയൻസിൽ ഓരോ ചാപ്റ്ററിലെ മുക്കിലും മൂലയും എന്ത് ചെയ്യണം, നിങ്ങളുടെ ശ്രദ്ധ എത്തണം. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അടുത്തതായിട്ട് മക്കളോട് പറയാനുള്ളത്, ചിലപ്പോൾ 2 ചാപ്റ്ററുകളെ മിക്സ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. അതായത് ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്നാണ് വിളിക്കുക. അതായത് 2 ചാപ്റ്ററുകളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അതായത് ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ, CH2 ഡബിൾ ബോണ്ട് CH2 എന്ന് തന്നിട്ട് മക്കളോട് പറയും, ഇതിന്റെ പേര്, ഇതൊരു എക്സാമ്പിൾ ആണ് കേട്ടോ, ഇതിന്റെ പേര് എന്താണ് എന്ന് നിങ്ങളോട് ചോദിക്കാം. നമുക്കറിയാം, പേരിടൽ പരിപാടികൾ നമ്മൾ 6ാമത്തെ ചാപ്റ്ററിലാണ് പഠിച്ചിരിക്കുന്നത് അല്ലെ. നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം അല്ലെ, ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസം എന്ന ചാപ്റ്ററിലാണ് നമ്മൾ ഇത് പഠിച്ചിരിക്കുന്നത്. രണ്ടാമതൊരു ക്വസ്റ്റിനോട് ചോദിക്കും, ഈ ഒരു സാധനത്തിനെ, അതായത് CH2 ഡബിൾ ബോണ്ട് CH2നെ ഹൈഡ്രജനുമായിട്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ, ആരുമായിട്ട്, ഹൈഡ്രജനുമായിട്ട് കെമിക്കൽ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് ചോദിക്കും. അത് നമ്മൾ പഠിച്ചിരിക്കുന്നത് 7ാമത്തെ ചാപ്റ്ററിലാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഈ ഒരു സാധനത്തിന് ഹൈഡ്രജനുമായിട്ട് അഡീഷൻ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുക അല്ലെങ്കിൽ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നതാണ് ആ ചോദ്യത്തിന്റെ സാരം. അപ്പൊ ഇവിടെ 2 ചാപ്റ്ററുകൾ മിക്സ് ചെയ്തിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് ചോദിച്ചു. ഇതിനെ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കൃത്യമായിട്ട് ആ ചോദ്യത്തിന്റെ അകത്ത് തന്നിരിക്കുന്ന കൺസെപ്റ്റ് ഏത് ചാപ്റ്ററിലാണെന്ന് ആദ്യം തിരിച്ചറിയാം. അത് തന്നെയാണ് ഇത് കൃത്യമായിട്ട് എഴുതാനുള്ള ഏക ആശ്രയവും. അതുകൊണ്ട് ഓരോ ചാപ്റ്ററിലെയും കൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതായത് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് ചാപ്റ്ററിലാണെന്ന് അറിയുക, എന്നിട്ട് നേരെ കൺസെപ്റ്റ് ചിന്തിക്കുക. ഈ 2 കാര്യങ്ങളും നിങ്ങൾ ഇനി വരാൻ പോകുന്ന സയൻസ് സബ്ജക്റ്റിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പാലിച്ചിരിക്കണം. ഇതിനെ എന്താണ്, ഇതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഏകന്റെ നിരന്തരമായിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ അല്ലെ, ബമ്പർ മാരത്തോണുകൾ, അതുപോലെ തന്നെ ബമ്പർ ബൂസ്റ്ററുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങളെ ദിശാബോധത്തോടു കൂടി വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഏകൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും എന്ത് ചെയ്യും, തുടരും. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഏകനെ ഫോളോ ചെയ്യുക. അടുത്ത ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ചിൽഡ്രൻസ്, ഗുഡ് ബൈ.